എറണാകുളം ജില്ലയിൽ തിളക്കമാർന്ന വിജയമാണ് UDF നേടിയത്. അതിൽ ഏറ്റവും തിളക്കമാർന്നു എന്ന് പറയുന്നത് വലിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ഉമാ തോമസ് തൃക്കാക്കരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. വലിയ വിജയമാണ് നേടിയത്. വലിയ സന്തോഷമാണ്. സത്യത്തിൽ ജനങ്ങൾ എന്നെ കൈനീട്ടി സ്വീകരിച്ചു. ഒരു വട്ടമല്ല, ഞാൻ 2022 പാർട്ടി എനിക്ക് സ്ഥാനം തന്നു കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചാണ് ഞാൻ മത്സരിച്ചത്. ഈ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബം തന്നെയാണ്. ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ വേണമെന്ന് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കൈനീട്ടിയുള്ള സ്വീകരണമാണ് ജനങ്ങൾ തന്നത്. അതൊരിക്കൽ കൂടി ആവർത്തിച്ചു. മാത്രമല്ല, ഞാൻ വീണ് കിടന്നപ്പോൾ എനിക്ക് പ്രാർത്ഥന ചെയ്തും അതുപോലെ എന്നോട് സ്നേഹങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചിട്ടുമാണ് എൻ്റെ ജനങ്ങൾ എൻ്റെ കൂടെ നിന്നത്. അതൊക്കെ വലിയ സന്തോഷമാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നലെ ഇലക്ഷനിലൂടെ അവർ ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിളക്കമാർന്ന വിജയം നേടുമ്പോൾ വീണ്ടും മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് കുറച്ചുകൂടി ഒരു അംഗീകാരം എല്ലാം തന്നെ ഇത്തവണ ആവശ്യപ്പെടാനുള്ളൊരു സാധ്യതകളൊക്കെ ഉണ്ടോ, അങ്ങനെ പരിഗണിക്കപ്പെടാനുള്ളതൊക്കെ? ഞാൻ 22 മത്സരിച്ചപ്പോൾ പാർട്ടി ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ മത്സരിപ്പിച്ചത്. അതിനുശേഷം വീണ്ടും എനിക്കൊരു സ്ഥാനാർത്ഥിത്വം തന്നു എന്നത് തന്നെ പാർട്ടിയുടെ അംഗീകാരമാണ്. പാർട്ടി എന്ത് തീരുമാനിച്ചാലും അതിനൊപ്പം ഞാനുണ്ടാവും. പാർട്ടിക്ക് വിധേയമായിരിക്കും PT-യുടെ കുടുംബം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വലിയ വിജയം സംസ്ഥാനത്തൊട്ടാകെ നേടുന്നു. VD സതീശൻ എന്ന് പറയുന്നൊരു പ്രതിപക്ഷ നേതാവ് നെടുനായകത്വം വഹിച്ചുകൊണ്ട് നേടുന്നു. അതുപോലെ മറ്റു നേതാക്കന്മാരും എല്ലാം തന്നെയുണ്ട്. എങ്ങനെ കാണുന്നു ഈ നേതൃത്വത്തെ എല്ലാം തന്നെ? വലിയ സന്തോഷമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നു. പ്രത്യേകിച്ച് 10 വർഷത്തെ ഈ ദുർഭരണം അവസാനിപ്പിക്കാനായിട്ട്, കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ സംരക്ഷിക്കുന്ന ഈ ഭരണം അവസാനിപ്പിക്കാനായിട്ട് പാർട്ടി കൂടെ നിന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുമിച്ച് ചേർന്ന് നിന്നു. അത് ഒരനൈക്യവുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു. എൻ്റെ മണ്ഡലത്തിൽ എല്ലാവരും വളരെ നിസ്വാർത്ഥമായ സേവനമാണ് എനിക്കായിട്ട് കാഴ്ചവെച്ചത്. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ അറിയാവുന്നതും തൊട്ടെടുക്കാവുന്നതും PT-യുടെ ഓർമ്മകളും കാര്യങ്ങളും എല്ലാം തന്നെയാണ്. ഇന്നിപ്പോൾ ഇടുക്കിയിലേക്കാണോ, എന്താണ് ഇത്? ഞാൻ എന്തായാലും എൻ്റെ തുടക്കം PT-യിൽ നിന്ന് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടുക്കിയിലേക്ക് പോവാണ്. PT-യുടെ അവിടെ പോയിട്ട് കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചിട്ടായിരിക്കും എൻ്റെ തുടക്കം. എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ അല്ലേ? അതെ അതെ അതെ. PT-യെ മറന്നിട്ട് ഈ കുടുംബത്തിനൊന്നുമില്ല. PT തന്നെയാണ് ഞങ്ങളെ ശക്തിയോടുകൂടി നയിച്ചുകൊണ്ടിരിക്കുന്നത്. PT-യുടെ ഓരോ പ്രവർത്തനവും അതിൻ്റെ പിന്നിൽ കാല് വെച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലം അകലെയാണ് ഞാൻ PT-യുടെ ആലോചിക്കുമ്പോൾ. പക്ഷേ അതിലേക്ക് അടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് വൈകാരികമായൊരു കുറിപ്പ് കണ്ടു. അത് പ്രിയ സുഹൃത്ത് കാപ്പൻചേട്ടനുമായിട്ടുള്ളതായിരുന്നു. കാപ്പൻചേട്ടനും വലിയ സങ്കടമുണ്ട്. ഇത്ര നല്ലൊരു വിജയം ഉണ്ടായിട്ട് കാപ്പൻചേട്ടൻ അതറിയാതെ പോയി. പക്ഷേ ഞാൻ ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ പോയി കഴിഞ്ഞപ്പോൾ കാപ്പൻചേട്ടൻ എന്നോട് പറഞ്ഞത് ഉറപ്പായിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരും, അതുമാത്രമല്ല UDF ഭരണത്തിൽ വരും എന്നുള്ളതും കാപ്പൻചേട്ടൻ പറഞ്ഞിരുന്നു. അവിടെ കിടന്നുകൊണ്ടാണെങ്കിലും എല്ലാ വാർത്തകളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് കാപ്പൻചേട്ടൻ. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ അദ്ദേഹത്തിന് എല്ലാ ഓർമ്മയും ഉണ്ടായിരുന്നു. എന്തായാലും PT-യുടെ ഓർമ്മകൾ, അതോടൊപ്പം തന്നെ പ്രിയ സുഹൃത്ത് കാപ്പൻചേട്ടനെ എല്ലാം തന്നെ ചേർത്ത് വയ്ക്കുന്നു. ഇന്നിപ്പോൾ PT-യുടെ കല്ലറയിലേക്ക് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇനി ഉള്ള ദിവസങ്ങളിലേക്കുള്ള ഒരു ഊർജ്ജം സമാഹരിക്കപ്പെടുന്നതെന്നാണ് ചേച്ചി പറയുന്നത്. തൃക്കാക്കരയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.